തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. അമിത വൈദ്യുതി ചാർജിൽ പ്രതിഷേധിച്ച് KSEB ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ബില്ല് കത്തിച്ച് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിട്ട് പ്രതിഷേധം അറിയിച്ച ശേഷം ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കറണ്ട് ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചത്. ചെമ്മാട് ദയ ചാരിറ്റി സെന്ററിലെ കെട്ടിടത്തിന് 2871 രൂപയാണ് 2 മാസത്തെ വൈദ്യുതി ബില്ല് KSEB രേഖപ്പെടുത്തിയത്. ഇതിൽ ദയ ഉപയോഗിച്ച വൈദ്യുതി ചാർജ് 332 രൂപ 75 പൈസയുടെ വൈദ്യുതി മാത്രം. ബാക്കിയുള്ള തുകയിൽ ദയയ്ക്ക് ഫിക്സഡ് ചാർജ് ഇനത്തിൽ 2450 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിസരത്തെ കടകളിലും വീടുകളിലുമെല്ലാം ഇത്തരത്തിൽ ചാർജ് ഈടാക്കിയിട്ടുണ്ടെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. വലിയ കൊള്ളയാണ് KSEB നടത്തുന്നതെന്നും യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഇതിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും അതിനായി സർക്കാരിനെതിരെയും റെഗുലേറ്ററി ബോർഡിനെതിരെയും ജനങ്ങളിൽ വൈദ്യുതി സാക്ഷരതാ സമരവുമായി യൂത്ത് ലീഗ് രംഗത്ത് വരുമെന്നും ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ബില്ല് കത്തിച്ചുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ പറഞ്ഞു. സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ 8 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സൈലൻ്റായി ജനങ്ങളെ വൈദ്യുതി ചാർജ് വർധനവിലൂടെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണുള്ളത്. സാധാരണഗതിയിൽ നമുക്കറിയാം, നിത്യോപയോഗ സാധനങ്ങളായാലും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന ബില്ലായാലും വൈദ്യുതി ചാർജ് ആയാലൊക്കെ ആ സമയാസമയം കൃത്യമായി അതിലൊരു വീഴ്ച വരുത്താതെ നമ്മളൊക്കെ അടച്ച് തീർക്കുകയാണ് പതിവ്. 2023 റെഗുലേറ്ററി ബോർഡ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് നിലവിൽ ഒരു ഫിക്സഡ് ചാർജ് അവർ നിലവിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്രമാതീതമായ വർധനവ് 70 രൂപ കിലോ വാട്ടിന് വാങ്ങിയതെടുത്ത് 90 രൂപയായി കിലോ വാട്ടിന് വാങ്ങുന്നിടത്തേക്ക് ഈ റെഗുലേറ്ററി ബോർഡും സർക്കാരും തീരുമാനിച്ചിരിക്കുക. അതുപോലെ കാർഷിക ഉപഭോഗം സാധാരണഗതിയിൽ നമ്മളെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫിക്സഡ് ചാർജ് കൊടുക്കാറില്ല. പക്ഷേ ഇനി മുതൽ കാർഷിക ഉപഭോക്താക്കൾക്കും ഫിക്സഡ് ചാർജ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇതിങ്ങനെ നമ്മൾ കിട്ടുന്ന ബില്ല് നമ്മളിങ്ങനെ ഓൺലൈനായും ഓഫ്ലൈനായും അടച്ചുകൊണ്ടിരിക്കുന്നതൊന്നും അറിയുന്നില്ല. കാർഷിക ഉപഭോക്താക്കൾ ഇത്തരത്തിലേക്ക് ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നു. 1 കിലോ വാട്ടിന് ഏകദേശം 90 രൂപ എന്ന് പറയുമ്പോൾ അതിന് പുറമെ അവസാനത്തെ 3 മാസത്തെ ശരാശരി ബില്ലിൻ്റെ ഒരു തുക ഏകദേശം 200 രൂപ കൂടി അടച്ച് ഏകദേശം ഒരു 2000-2500 രൂപ മിനിമം ചാർജ് അടയ്ക്കേണ്ട സ്ഥിതി വിശേഷത്തിലേക്ക് ഒരു ചെറിയ 1500 സ്ക്വയർ ഫീറ്റ് വീടിൽ താമസിക്കുന്ന ഗുണഭോക്താവിന് വരെ അത്തരത്തിലേക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പഠനം നടത്തി ജനങ്ങളെ ബോധവൽക്കരിച്ച് ഒരു വൈദ്യുതി സാക്ഷരത, സാധാരണഗതിയിൽ വൈദ്യുതി സാക്ഷരത ജനങ്ങൾക്ക് കൊടുത്ത് ഒരു സർക്കാരിനെതിരെയും ഈ റെഗുലേറ്ററി ബോർഡിനെതിരെയും ഒരു മുസ്ലിം യൂത്ത് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു സമരം ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം വന്ന ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ സംതൃപ്തരല്ല. കാരണം കിട്ടിയ മറുപടി പല വിഷയത്തിലും തൃപ്തികരമല്ല. കാരണം അവർക്ക് തന്നെ ഈ വിഷയത്തിൽ ഒരു വിയോജിപ്പ്, കാരണം അവരും ഒരു ഗുണഭോക്താവാണല്ലോ, അവർക്ക് തന്നെ വിഷയത്തിൽ വിയോജിപ്പുള്ളതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് UA റസാക്ക് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ബില്ലിനെക്കുറിച്ച് തിരൂരങ്ങാടി സെഷൻ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യവും ഡിവിഷൻ ഓഫീസിൽ മറ്റൊരു കാര്യവുമാണ് വിശദീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർ പാവങ്ങളെ വഞ്ചിക്കുകയാണെന്നും കഴിഞ്ഞ തവണ ബില്ല് അധികരിച്ചു വന്നപ്പോൾ അത് ഡെപ്പോസിറ്റ് തുകയാണെന്നാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് അത് ഫിക്സഡ് ചാർജാണെന്നും എല്ലാ ബില്ലിലും ഈ തുക വരുമെന്നുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളെ ഇന്നിവിടെ എത്തിയത് അതിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. KSEBയുടെ കൊള്ളക്കെതിരെയാണ് ഞങ്ങൾ എത്തിയത്. 300 രൂപയുടെ വൈദ്യുതി ഉപയോഗിച്ച ദയ ചാരിറ്റി സെൻറ്ററിന് 2862 രൂപയുടെ ബില്ല് ആണ് KSEB കൊടുത്തിട്ടുള്ളത്. 2450 ഫിക്സഡ് ചാർജായിട്ട് ഈടാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത വൈദ്യുതി എന്ന് പറഞ്ഞിട്ട് 2450 രൂപ എല്ലാ മാസവും ഈ രൂപത്തിൽ അടയ്ക്കേണ്ട സാഹചര്യമാണ് KSEB ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് സാധാരണ ഒരു ബില്ല് വന്നാൽ ആ ബില്ല് നമ്മൾ അടക്കും.
വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിൻ്റെ മുമ്പ് അടച്ചു പോകാറാണ് പതിവ്. എന്നാൽ നമ്മൾ ബില്ല് ശ്രദ്ധിക്കാറില്ല. ബില്ല് യാദൃശ്ചികമായി ശ്രദ്ധിച്ചപ്പോഴാണ് ഈ രൂപത്തിൽ വലിയ കൊള്ള KCB നടത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായ ഒരു മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ യൂത്ത് ലീഗ് കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലക്കാണ് ഇന്ന് ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിച്ചത്. ഉസ്മാൻ കാച്ചടി, CH അബൂബക്കർ സിദ്ദീഖ്, ബാപ്പുട്ടി ചമ്മാട്, നാസർ വെന്നിയൂർ, K അനസ്, അബ്ദുപ്പ വെന്നിയൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.